ഹലോ എവരിവൺ, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് സാംസങ്ങിൻ്റെ ഗാലക്സി A35 5G എന്ന സ്മാർട്ട് ഫോണാണ്. സാംസങ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ ഒരു മിഡ് റേഞ്ച് ഫോണാണ് ഗാലക്സി A35. വെറും 9 മാസം മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു യൂസ്ഡ് ഫോണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നമുക്കിതിൻ്റെ ബോക്സ് പരിശോധിക്കുകയാണെങ്കിൽ ഐസ് ബ്ലൂ കളറിലുള്ള 8GB റാമും 256GB മെമ്മറിയോട് കൂടിയ സ്മാർട്ട് ഫോണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതെന്ന് കാണാം. നമുക്കിതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സിനുള്ളിൽ ഹാൻഡ്സെറ്റും കേബിളും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ചാർജർ ഇപ്പോൾ സാംസങ് ഫോണുകളിൽ അവൈലബിൾ അല്ലെന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. ഇനി നമുക്ക് സ്മാർട്ട് ഫോണിനെ ഒന്ന് അടുത്ത് പരിചയപ്പെടാം. ആദ്യമായി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ബ്രീഫായിട്ട് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഫോൺ പരിശോധിക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ഇൻ്റർഫേസ് നമുക്ക് കാണാം. സാംസങ്ങിൻ്റെ 1UI ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ആനിമേഷൻസ് തന്നെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ലോലെസ്സോ ലാഗോ ഒന്നും ഇല്ല. നമുക്കിതിൻ്റെ സെറ്റിങ്സ് എടുത്ത് എബൌട്ട് ഫോൺ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതുള്ളത് ആൻഡ്രോയിഡ് 14 ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ചെയ്യാനുള്ള അപ്ഡേറ്റ് ഇവിടെ വന്ന് കിടക്കുന്നത് കാണാം. ആപ്പിൾ ഫോണുകളിൽ കാണിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ഇതിനകത്ത് സാംസങ് കെയർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള വാറണ്ടി എത്രയുണ്ടെന്ന് ഈ ഫോണിൽ തന്നെ പറയാൻ സാധിക്കും. ഇതിൽ 13 സെപ്റ്റംബർ വരെ ഇതിന് വാറണ്ടി അവൈലബിൾ ആണെന്ന് കാണാം. എന്നാൽ ബില്ല് ഇതിനോടൊപ്പം അവൈലബിൾ ഇല്ല. യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ ബില്ലില്ലാത്തത് ഒരു പോരായ്മയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസും ക്യാമറ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കാണാം. ക്യാമറ നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ക്യാമറ എക്സ്പീരിയൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്. 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ വളരെ നല്ല ഫോട്ടോ എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസും കൂടി പരിശോധിക്കാം. ഇനി നമുക്കിതിൻ്റെ ഫിസിക്കൽ ആൻഡ് ഹാർഡ്വെയർ കണ്ടീഷൻ പരിശോധിക്കാൻ ഫോൺ ഡോക്ടർ പ്ലസ് ആപ്പ് എന്ന ആപ്പ് യൂസ് ചെയ്യാം. അതിൽ യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതിനകത്ത് സിം ഇട്ട് യൂസ് ചെയ്യാനുള്ള അവസരം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ സിമ്മിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ഇതിനകത്ത് ചെക്ക് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാ പെർഫോമൻസും മികച്ചതാണെന്ന് ഇതിൻ്റെ റിപ്പോർട്ട് നമുക്ക് കാണിച്ചു തരുന്നു. ഫോൺ പരിശോധിക്കുകയാണെങ്കിൽ സ്ക്രീനിൽ യാതൊരുവിധ വൈറ്റ് ഡോട്ടോ ബ്ലാക്ക് ഡോട്ട്സോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ലൈൻസും ഒന്നും തന്നെയില്ല. വളരെ നീറ്റായിട്ടുള്ള ഫോൺ തന്നെയാണ്. അതുപോലെ തന്നെ സ്ക്രീനിൽ സ്ക്രാച്ചസോ ഒന്നും തന്നെയില്ല. ചെറിയ സ്ക്രാച്ച് പോലും കാണാൻ സാധിക്കുന്നില്ല. സൈഡ് പാനൽ നോക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ടുള്ള ഫോണാണ് ഇതെന്ന് കാണാം. ബാക്കിൽ ഗ്ലാസും വളരെ നീറ്റായിട്ട് തന്നെയുണ്ട്. ക്യാമറ ലെൻസ് പരിശോധിക്കുകയാണെങ്കിൽ ക്യാമറ ലെൻസിലും ഒരു ഇഷ്യൂസും കാണാൻ സാധിക്കുന്നില്ല. വളരെ നീറ്റായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലുള്ള സ്മാർട്ട് ഫോണാണ് ഇതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. വീഡിയോ ആൻഡ് ഓഡിയോ ക്വാളിറ്റി പരിശോധിക്കുമ്പോൾ 4K പ്ലേ ബാക്കും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് പെർഫോമൻസും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് തരുന്നത്. ഗെയിമിംഗ് എക്സ്പീരിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തരക്കേടില്ലാത്ത ഒരു നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നതെങ്കിലും ചെറിയൊരു ഹീറ്റിംഗ് ഫുള്ളായിട്ട് തോന്നുന്നുണ്ട്.
അധിക നേരം ഗെയിമിംഗ് കളിക്കുമ്പോൾ നമുക്ക് കയ്യിലത് നല്ലപോലെ ഫീൽ ചെയ്യുന്നുമുണ്ട്. സോ ടോട്ടലി എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു മിഡ് റേഞ്ചിൽ വരുന്ന വളരെ നല്ലൊരു സ്മാർട്ട് ഫോണാണ് ഗാലക്സി A35 5G എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വെറും 16,500 രൂപക്ക് സ്വന്തമാക്കുവാൻ താഴെ കാണുന്ന സെലൻട്രിക് എന്ന മൊബൈൽ ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.